4 ഇന്ന് ഞങ്ങൾ ഹിഡൻ വനഗരി ഹിൽസ് ആണ് പോകുന്നത്. അവിടെ നല്ല ഒരു ഫോട്ടോ സ്പോട്ട് മാത്രമാണ് കേട്ടോ. നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാൻ തന്നെ ഇല്ല. ജസ്റ്റ് പോവുക, അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ചെറിയൊരു ടിപ്പ് കൊടുക്കുക. അവർ നല്ല പിക്ചേഴ്സ് എടുത്തു തരും. ഈ ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ ബാലി വരെ പോകണോ എന്ന് തോന്നിപ്പോവും. മുന്നാർ പോലെയൊക്കെയുള്ള ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് സ്ട്രോബെറി ഫാമിലേക്കാണ്. ഞങ്ങളുടെ ഐറ്റ്നറിയിൽ ഉണ്ടാകാതെ ഇരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ സ്ട്രോബെറി ഫാം എവയ്ക്കൊരു ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു. എവ ഇതുവരെ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവൾക്ക് സർപ്രൈസായിട്ട് അന്ന് കൊണ്ടുപോയി. എന്നിട്ട് അവൾക്ക് സ്ട്രോബെറി പ്ലക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കിട്ടി കേട്ടോ. നാട്ടിൽ കിട്ടുന്ന സ്ട്രോബെറീസിന് ഭയങ്കര പുളിപ്പായിരിക്കും. മിക്കവാറും തന്നെ സ്ട്രോബെറീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തിക്ക് ഷേക്ക് അടിച്ച് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിനകത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാതെ അതിനൊരു ഫ്ലേവർ കിട്ടില്ല. പക്ഷേ ഇത് നാച്ചുറലി ഞങ്ങൾ പറഞ്ഞിരുന്നില്ല കേട്ടോ ഇത്രയും മധുരം ഉണ്ടെന്ന്. ഞാനത് ജസ്റ്റ് ഒരു സ്ട്രോബെറി ഫാമിൽ പോകുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനവിടെ സ്ട്രോബെറീസ് പറിച്ചത്. പക്ഷേ സംഭവം വാങ്ങി കഴിക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈം വരെ ഞാൻ റിയലൈസ് ചെയ്തിരുന്നില്ല ഇതിന് ഇത്രയും മധുരം ഉണ്ടെന്ന്. എൻ്റെ ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് പുള്ളി എപ്പോഴും പറയും സ്ട്രോബെറീസ് അവിടെ പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ എപ്പോഴും ഉണ്ടാകും സ്ട്രോബെറീസ്. അത് നല്ല വലിപ്പമുള്ളതായിരിക്കും, നല്ല മധുരമാണെന്ന് പറയും. പക്ഷേ എനിക്ക് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മധുരമുള്ള സ്ട്രോബെറീസ് ഒന്നും ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് ഇത്രയും മധുരമുള്ള ഒരു സ്ട്രോബെറി കഴിക്കുന്നത് കേട്ടോ. അവിടെയുള്ള ഏത് സ്റ്റോറിൽ പോയാലും നമുക്ക് ഫാമിൽ ചെന്നിട്ട് സ്ട്രോബെറീസ് പ്ലക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ബില്ല് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് അവർ പറയുന്നത് കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിൽ 100 രൂപയ്ക്ക് ഇത്രയും ബണ്ടിൽ സ്ട്രോബെറി ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ബെഡുകൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കവർ ചെയ്യാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഹിഡൻ വനഗരി ഹിൽസ്, പിന്നെ കുറേ ടെമ്പിൾസ് ആണ് കേട്ടോ. ഞങ്ങൾ ഈ ടെമ്പിളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് സ്ട്രോബെറി ഫാം, പിന്നെ അതേപോലെ അവിടെയുള്ള ഒരു ഫാം ഹൗസിലൊക്കെ പോയി. ഈ ഒരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ഒന്നുകൂടെ ഇഷ്ടമായത്. അതായത് ഓൾറെഡി ഞങ്ങൾ ഫസ്റ്റ് ഡേ കുറേ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് അതിലും നല്ലത് ഇതുപോലത്തെ സ്പോട്ടിൽ പോകണതാണെന്ന് തോന്നി. അവിടെ പോയത് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള നമ്മൾ സെപ്പറേറ്റ് സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസൊക്കെ അഡീഷണലാണ്. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടാവും. അതിന് ടിക്കറ്റ് ചാർജസൊക്കെ നമ്മൾ പേഴ്സണലി കൊടുക്കണം. എന്നാലും അത് വേർത്തായിരുന്നു കേട്ടോ. അവിടെ നല്ല ക്യൂട്ട് പോണിയൊക്കെ ഉണ്ടായിരുന്നേ. നമുക്ക് അതിനെ ഫീഡ് ചെയ്യാം, പിന്നെ അതിൻ്റെ കൂടെ കളിക്കാം. ഈ ഒരു ഫാമിൽ അകത്ത് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോ ആനിമൽസിനെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സ്ഥലത്തും നമുക്ക് റെസ്റ്റിംഗ് പ്ലേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം, എന്തെങ്കിലും ഡ്രിങ്കൊക്കെ വാങ്ങിച്ച് കുടിക്കാം, ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നത് കാണാം. അങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഈ ഒരു ഫാം ഹൗസിൽ കുറേ ആനിമൽസ് മാത്രമല്ല, നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഗാർഡനൊക്കെ ഉണ്ട്. നല്ല ഫ്ലവേഴ്സൊക്കെ ഉള്ള ഗാർഡനാണ്. പിന്നെ നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലാമ എന്ന് പറയുന്ന ഈ ആനിമലിനെ കാണാം. നമ്മുടെ നാട്ടിലെ ഷീപ്പിനെ പോലെയൊക്കെ ഇരിക്കും. അതായത് നല്ല പൂടയൊക്കെ ഉണ്ടായിട്ട് നല്ല രസമാണ് അതിൻ്റെ സ്കിന്ന് ടച്ച് ചെയ്യുമ്പോൾ കേട്ടോ. നമുക്ക് ആനിമൽസിനെ അവിടെ ഫീഡ് ചെയ്യാം. അതിൻ്റെ ഫുഡ് അതായത് തീർന്നിരിക്കുന്നത് കൊണ്ട് അവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പച്ചപ്പുല്ലൊക്കെ എടുത്ത് അതുങ്ങളെ കാണിച്ചിങ്ങനെ പറ്റിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലാമ ഓടി വന്നിട്ട് എവയുടെ കയ്യിൽ നിന്ന് പച്ചപ്പുല്ലൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നേ. നല്ല ക്യൂട്ടായിട്ടുള്ള ആനിമൽസ് ആയിരുന്നു. പിന്നെ അവിടെ കുഞ്ഞ് അതായത് കോഴിക്കുഞ്ഞുങ്ങളും, അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോഴുള്ള എക്സ്പീരിയൻസ് പോലെ തന്നെ തോന്നും ബാക്കിയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അവിടെയുള്ള മരങ്ങളാവട്ടെ, പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് ആവട്ടെ, നമുക്ക് മുന്നാറിലൊക്കെ പോകുന്ന ഒരു ഫീൽ. നല്ല വെതറായിരിക്കും, നല്ല സണ്ണിയാണ്, എന്നാൽ ഭയങ്കര ചൂടൊന്നുമില്ല. ഒരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പം ഞങ്ങളുടെ ഡേ 4 ഇൻ ബാലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.